ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന +2 ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്. കർഷകർ, സെമീന്ദാർ, രാഷ്ട്രം, പെസന്റ് സെമീന്ദാർ ആൻഡ് ദി സ്റ്റേറ്റ്, കാർഷിക സമൂഹവും മുഗൾ സാമ്രാജ്യവും, അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് ദ മുഗൾ എംപയർ, 16th to 17th centuries. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരണമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിലെ കർഷകരുടെ അവസ്ഥ എന്തായിരുന്നു, സെമീന്ദാർമാരുടെ സ്ഥാനം എന്തായിരുന്നു, സെമീന്ദാർമാർക്ക് കർഷകരുള്ള മനോഭാവം എന്തായിരുന്നു, ഇതിൽ രാഷ്ട്രത്തിന്റെ നിലപാട് എന്തെല്ലാമായിരുന്നു എന്നെല്ലാമാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് ക്ലാസ്. 16-17 നൂറ്റാണ്ടുകളിൽ ഏതാണ്ട് 80% ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. കർഷകരും ഭൂവുടമകളും തമ്മിൽ സഹകരണവും മത്സരവും ഏറ്റുമുട്ടലും പതിവായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കുറിച്ചെല്ലാമാണ് നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നത്. മുഗൾ രാഷ്ട്രത്തിന്റെ ഇടപെടലും ഗ്രാമീണ ലോകത്ത് ശക്തമായിരുന്നു. മുഗൾ രാഷ്ട്രത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും കാർഷികോൽപാദനത്തിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. കാർഷിക സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കർഷകർ അധിവസിക്കുന്ന ഗ്രാമങ്ങളായിരുന്നു. ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ അഗ്രികൾച്ചർ സൊസൈറ്റി വാസ് ദ വില്ലേജസ്. ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തി വേണം മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ കാർഷിക സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? സം സോഴ്സസ് ടു റിയലൈസ് അബൌട്ട് ദ അഗ്രേറിയൻ സൊസൈറ്റി ഓഫ് മുഗൾ പീരീഡ്. അപ്പോൾ കർഷകർ അവരെ കുറിച്ച് ഒന്നും എഴുതി വെക്കാറില്ല. ദിസ് വാസ് ദ ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ദ പെസന്റ് റൈറ്റ്സ് ഡിഡ് നോട്ട് എനിത്തിങ് അബൌട്ട് ദംസെൽവ്സ്. അതിനാൽ ഗ്രാമസമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, അതായത് 16-17 നൂറ്റാണ്ടുകളിലെ കാർഷിക ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മുഖ്യ സ്രോതസ്സുകളാണ് മുഗൾ രാജസദസ്സിലെ ദിനവൃത്താന്തങ്ങളും പ്രമാണങ്ങളും, ക്രോണിക്കിൾസ് ആൻഡ് ദ ക്രോണിക്കിൾസ് ഓഫ് ദ മുഗൾ എംപയർ. ഈ ദിനവൃത്താന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബുൾ ഫസൽ, അക്ബറിന്റെ സദസ്സിലെ പണ്ഡിതനും കവിയും ചരിത്രകാരനുമായ അബുൾ ഫസൽ എഴുതിയ ഐനി അക്ബരിയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്രോണിക്കിൾ ഓഫ് ദ മുഗൾ പീരീഡ്. കൃഷി ഉറപ്പുവരുത്താനും നികുതി പിരിക്കാനും രാഷ്ട്രവും സെമീന്ദാറും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കാൻ രാഷ്ട്രം ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് അബുൾ ഫസൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റവന്യൂ രേഖകളാണ് മറ്റൊന്ന്. മൂന്നാമതായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളാണ്. കിഴക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർഷിക സമ്പ്രദായത്തെ കുറിച്ചുള്ള പല വിവരണങ്ങളും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ വൺസ് അഗെയിൻ ഐനി അക്ബരി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റവന്യൂ രേഖകൾ,